ഇന്ദ്രപ്രസ്ഥത്തെ പിടിച്ചുകുലുക്കിയ ഒരു കാർ ബോംബ് സ്ഫോടനം തിങ്കളാഴ്ച വൈകുന്നേരം 7 മണിയോടെ നടന്നു. ഒട്ടനവധി സ്ഫോടനങ്ങൾ പ്രകമ്പനം കൊള്ളിച്ചിട്ടുള്ള ഡൽഹിയെ വിറപ്പിച്ച മറ്റൊരു സ്ഫോടനം 8 പേരുടെ ജീവനെടുത്തു. ഡസൻ കണക്കിന് ആളുകൾക്ക് ഗുരുതരവും അല്ലാത്തതുമായ പരിക്കുകളുണ്ടാക്കി. വാഹനങ്ങൾക്കും മറ്റുമുള്ള തകർച്ച, ഒപ്പം സുരക്ഷാ വീഴ്ചയെക്കുറിച്ചുള്ള ആശങ്കകളും ശക്തമാക്കിയ സുരക്ഷാ സംവിധാനങ്ങളും. ഇങ്ങനെ രാജ്യമൊട്ടാകെ ഇന്ന് ചെങ്കോട്ട ബോംബ് സ്ഫോടനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നടന്നത് ഭീകരാക്രമണമാണ് എന്നും അല്ല എന്നുമുള്ള വാദപ്രതിവാദങ്ങളും അന്തരീക്ഷത്തിൽ കറങ്ങി നടക്കുന്നു. ഭീകരാക്രമണമാണ് എന്ന് പറയാനും അല്ല എന്ന് പറയാനും തെളിവുകൾ ധാരാളമുണ്ട്. ആദ്യത്തേത് മുൻ അനുഭവങ്ങൾ വെച്ചും ആക്രമണത്തിന്റെ സ്വഭാവം വെച്ചും ഭീകരാക്രമണമാണ് എന്ന് പറയാമെങ്കിലും ആക്രമണത്തിന് ഉപയോഗിച്ച വസ്തുക്കളുടെ സ്വഭാവം ചാവേർ ആക്രമണത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പോഴും ആക്രമണം നടത്തിയവർ എന്തുകൊണ്ട് ചെങ്കോട്ട തെരഞ്ഞെടുത്തു എന്നത് ഒരു മരീചികയായി തുടരുന്നു. ഇത് സംബന്ധിച്ച് ധാരാളം നിഗമനങ്ങൾ ഇതിനകം വന്നിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ലഷ്കർ-ഇ തൊയ്ബയും ഹിസ്ബുൾ മുജാഹിദ്ദീനും അടക്കമുള്ള ഭീകര സംഘടനകൾ നടത്തിയ പല ആക്രമണങ്ങളുടെയും സ്വഭാവമനുസരിച്ച് ഒരു ശ്രദ്ധ കിട്ടുക എന്നതിനാണ് ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് ആക്രമിക്കും. എന്നാൽ ആക്രമണം ഒരുപാട് പേരുടെ ജീവൻ എടുക്കുന്നതാകില്ല. അതേസമയം ഇത്തരം ആക്രമണങ്ങളിലൂടെ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാനും ഒരു ചർച്ചയ്ക്ക് തിരികൊളുത്താനും ഇവർക്ക് സാധിക്കുകയും ചെയ്യും. അതുതന്നെയാകാം ഇന്നലെ ചെങ്കോട്ടയിലും നടന്നത് എന്ന് കരുതാം. കാരണം ചെങ്കോട്ടയുടെ കോട്ടയ്ക്കകത്തോ വിശാലമായ മൈതാനത്തോ അതുമല്ലെങ്കിൽ കോട്ടയോട് ചേർന്നുള്ള ചാന്ദിനി ചൗക്ക് മാർക്കറ്റോ ലക്ഷ്യസ്ഥാനമായില്ല. അതേസമയം ചെങ്കോട്ടയോട് ചേർന്നുള്ള മെട്രോ സ്റ്റേഷന് സമീപത്തെ ഒരു പൊതുസ്ഥലത്താണ് ആക്രമണം നടന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെയും പരമാധികാരത്തിന്റെയും കേന്ദ്ര ബിന്ദുവായ ചെങ്കോട്ടയുടെ പരിസരം ആക്രമിക്കുന്നത് പോലും ചെങ്കോട്ട ആക്രമണം എന്ന പേരിലാകും ചർച്ച ചെയ്യപ്പെടുക എന്ന മൈലേജ് സൃഷ്ടിക്കുക തന്നെയാകും ആക്രമണം നടത്തിയവർ ലക്ഷ്യമിട്ടിരിക്കുക. ഗ്രാജുവേറ്റഡ് ടാർഗറ്റിംഗ് എന്നാണ് ഇത്തരം ആക്രമണങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത്. ഭീകരാക്രമണങ്ങളുടെ ഒരു പ്രത്യേക ടാർഗറ്റിംഗ് ആക്രമണ രീതിയാണ് ഇത്. ഉയർന്ന സ്ഥാനങ്ങൾ ലക്ഷ്യം വെച്ച് നടത്തുന്ന ആക്രമണങ്ങൾ. എന്നാലോ ഈ കേന്ദ്രങ്ങൾക്കായിരിക്കില്ല ആക്രമണങ്ങൾ നടക്കുക. തൊട്ടടുത്ത ഏതെങ്കിലും ചെറിയ സ്ഥലങ്ങളിൽ ആക്രമണം നടത്തും. ഫലത്തിൽ ആക്രമണം നടന്നത് സുപ്രധാന കേന്ദ്രങ്ങളുടെ പേരിൽ ചർച്ചയാകുകയും ചെയ്യും. അതുവഴി ഭീകരർക്ക് കിട്ടുന്ന മൈലേജിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഗ്രാജുവേറ്റഡ് ടാർഗറ്റിംഗ് നടത്തുന്നത് എന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. ഉദാഹരണത്തിന് 1999-2000 ജമ്മു കാശ്മീരിൽ ശ്രീനഗറിൽ കരസേനയുടെ കോർ ആസ്ഥാനത്ത് സമാനമായ ഒരു ആക്രമണം നടന്നു. കരസേന ആസ്ഥാനത്ത് നടന്ന ആക്രമണം എന്ന പേരിലാണ് ഇത് ചർച്ചയായത് എങ്കിലും ആക്രമണം നടന്നത് കരസേന ആസ്ഥാനത്തോട് ചേർന്നുള്ള സൈക്കിൾ സ്റ്റാൻഡിലായിരുന്നു. ഫലത്തിൽ കരസേന ആസ്ഥാനത്തെ സുരക്ഷ മറികടന്നുവെന്നും ആക്രമണം നടത്തിയെന്നും അവകാശവാദം ഉന്നയിക്കാൻ ഭീകരർക്ക് അവസരം കിട്ടി. കാരണം ലോകം ഈ ആക്രമണത്തെക്കുറിച്ച് കേട്ടത് കരസേന ആസ്ഥാനത്ത് ആക്രമണമെന്നായിരുന്നു. അതിനുശേഷം ഡൽഹിയിലെ കരസേന ആസ്ഥാനത്തും തുടർന്ന് ചെങ്കോട്ടയിലും ഓരോ ഭീകരാക്രമണം നടന്നിരുന്നു. ഓരോ ആക്രമണ ലക്ഷ്യവും അതിനു മുൻപത്തെ സ്ഥാനത്തേക്കാൾ പ്രാധാന്യം കൂടിയവയായിരുന്നു ഭീകരർ തെരഞ്ഞെടുത്തത്. 2000 ഡിസംബറിലാണ് ഇപ്പറഞ്ഞ ചെങ്കോട്ട ആക്രമണം ഉണ്ടായത്. ശ്രീനഗറിലെയും ഡൽഹിയിലെയും കരസേന ആസ്ഥാനങ്ങൾ, പിന്നെ ചെങ്കോട്ടയും. ഈ 3 ആക്രമണങ്ങളിൽ ചെങ്കോട്ട ആക്രമണമായിരുന്നു ഭീകരർക്ക് അനായാസമായത്. താരതമ്യേന സുരക്ഷ കുറവുള്ള ഒരു സ്മാരകമാണ് ചെങ്കോട്ട. 2 കാവൽക്കാരെ വെടിവെച്ചിട്ട ശേഷം ഭീകരർ നിഷ്പ്രയാസം അകത്തുകയറി. വലിയ ദുരന്തങ്ങളൊന്നും ഇല്ലാതിരുന്ന ചെങ്കോട്ട ആക്രമണം പക്ഷേ അത് നടത്തിയ ലഷ്കർ-ഇ തൊയ്ബ എന്ന ഭീകര സംഘടനയ്ക്ക് വലിയ വളർച്ചയുണ്ടാക്കി. ഇതുവഴി ലഭിച്ച മാധ്യമ ശ്രദ്ധയും കുപ്രസിദ്ധിയും ലഷ്കർ തങ്ങളുടെ സംഘടനാ വളർച്ചയ്ക്ക് ഉപയോഗിച്ചു. ഇന്ത്യയുടെ പരമാധികാര സ്ഥാനം ആക്രമിച്ചുവെന്ന് അവകാശപ്പെട്ട ചിത്രങ്ങളും വാർത്താ ക്ലിപ്പുകളും ലാഹോറിലെയും കറാച്ചിയിലെയും തെരുവുകളിൽ പലയിടത്തും പ്രദർശിപ്പിച്ച് അവർ യുവാക്കളെ റിക്രൂട്ട് ചെയ്തു തുടങ്ങി. നേരത്തെ ശക്തമായിരുന്ന ഹിസ്ബുൾ മുജാഹിദ്ദീൻ, അൽ ഫറാൻ തുടങ്ങിയ സംഘടനകളെക്കാൾ ആളും പണവും ശേഖരിക്കാനും ഇതോടെ അവർക്ക് സാധിച്ചു. അക്ഷരാർത്ഥത്തിലെ ഭീകരാക്രമണം എന്ന വാക്കിന് കാര്യമായ പരിഗണന കൊടുക്കാതിരിക്കാൻ തക്ക ചില കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം സ്ഫോടനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ തന്നെയാണ്. ആളുകളെ കാര്യമായി മുറിവേൽപ്പിക്കാത്ത സ്ഫോടനം പക്ഷേ ജീവനെടുത്തു. സ്ഥലത്ത് നിന്ന് ഇതുവരെ ലഭിച്ച തെളിവുകളിലോ അവശിഷ്ടങ്ങളിലോ സാധാരണ ബോംബ് സ്ഫോടന സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കാറുള്ള രാസവസ്തുക്കളോ വയറുകളോ ആണികളോ ലഭിച്ചിട്ടില്ല എന്നതാണ് സംശയത്തിന് ഇടയാക്കുന്നത്. ഇതുവഴി ഇത് ഭീകരാക്രമണമല്ല എന്ന് വേണമെങ്കിൽ വാദിക്കാം. പൊട്ടിത്തെറിച്ച കാറിനുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നതിനാൽ ചാവേർ ആക്രമണമായി ഇതിനെ വിലയിരുത്താൻ സാധിക്കും.
അതേസമയം ഇന്ത്യയിലെ ഭീകരാക്രമണങ്ങൾ പലപ്പോഴും ഭരണകൂടങ്ങൾക്ക് സൗകര്യപ്രദമായ സമയത്ത് നടന്നു എന്ന ഒരു ആക്ഷേപം പലപ്പോഴായി ഉയരാറുണ്ട്. മുൻപ് ബാലാക്കോട്ട് ആക്രമണം നടന്നത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തായിരുന്നു. അതിനു മുൻപ് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടെത്തിയ ലഷ്കർ ഇ തൊയ്ബ ഭീകര സംഘം എന്ന പേരിൽ 4 പേരെ എൻകൗണ്ടർ നടത്തി കൊലപ്പെടുത്തിയത് അന്ന് ആ സംഭവം നടക്കുന്നതിന് മുൻപാണ്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കേറ്റ പരാജയത്തിന് ഗുജറാത്ത് വംശഹത്യ കാരണമായി എന്ന തരത്തിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ പ്രസ്താവന വരുന്നതും അത് മോദിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വരെ ഇളക്കം തട്ടിക്കുന്നതും. ശവപ്പെട്ടി കുംഭകോണം കത്തിനിന്ന സമയത്തെ പാർലമെന്റ് ആക്രമണം മറ്റൊരു ഉദാഹരണമാണെന്ന് അക്കാലത്ത് മുംബൈയിലും ഡൽഹിയിലുമെല്ലാം മാധ്യമപ്രവർത്തകനായിരുന്ന ശ്രീജിത്ത് ദിവാകരൻ വിലയിരുത്തുന്നു. ഇപ്പോഴത്തെ ബീഹാർ തെരഞ്ഞെടുപ്പിലും പരിഗണിക്കപ്പെടാൻ ഒരു വിഷയം ലഭിച്ചിരിക്കുന്നു. അതേസമയം ചെങ്കോട്ട ആക്രമണം ഉയർത്തുന്ന സംശയങ്ങളും ചോദ്യങ്ങളും നിരവധിയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാക് ഭീകര സംഘടനകൾ വീണ്ടും തലപൊക്കുകയാണോ? മറ്റൊരു ഓപ്പറേഷന് കൂടി ഇന്ത്യ തയ്യാറെടുക്കുകയാണോ? അങ്ങനെ സംഭവിച്ചാൽ മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അത്തരമൊരു സൈനിക ഓപ്പറേഷനെ ഏത് രീതിയിലായിരിക്കും ബാധിക്കുക? ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇനിയൊരു ഭീകരാക്രമണം ഇന്ത്യക്കെതിരെ നടന്നാൽ അത് യുദ്ധമായി കണക്കാക്കുമെന്നും ശക്തമായ തിരിച്ചടി നൽകുമെന്നും. ഓപ്പറേഷൻ സിന്ദൂർ 2.0 നടപ്പാക്കാൻ ഇന്ത്യ ഏത് നിമിഷവും തയ്യാറാണ് എന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ 2ാം ഘട്ടം ഇന്ത്യ നടത്തുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതെങ്ങനെയാകും ബാധിക്കുക?